ഞാനെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുവോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ, അത് നിങ്ങൾ വിശ്വസിക്കുവോ? എനക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കുട്ടി ജനിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ലേ? എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണിനും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? അല്ല മെന്റൽ പേഷ്യൻറ്റ് സംസാരിക്കുമോ? ചത്താലും കൊടുക്കില്ല, ഒരു പൈസ കൊടുക്കില്ല. ഞാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னென்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കണം. ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാണ്. ஒரு செலிபிரிட்டி ஒரு பேர் எடுத்துட்டு ரொம்ப டிஸ்டர்பிங் ஆனது. என் ஒய்ஃபை வந்து கோகிலாவை எடி வாடின்னு சொல்லிக்கணும். இது எവിടുത്തെ സംസ്കാരം? இது நான் ஃபாதர், இவன் டாக்டர்ன்றா, நாங்கள் ஹஸ்பண்ட் ஒய்ஃபு. எங்கே சகிக்கும்? இது ஒரு ஃபுல் ஸ்டாப் இல்லை. இது வந்து ஒரு சீரீஸ் மாதிரி போதுப்பா, வெப் சீரிஸ் இல்லை. எபிசோடா நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എങ്ങനെ ഇവിടെ ഇത്ര ചാനലുകളുണ്ട്. മനസ്സ് നൊന്തുപോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാണ്, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാണ്. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു? അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നതിന് ആർക്കും അറിയില്ല. ഇത് എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് പറയുന്നു ഇത്രയും നാള് എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ല. ശരി, ഞാൻ ഒരു ചോദ്യം എല്ലാവരിടത്തും ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഹസ്ബൻഡ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചു ഒരു ഡോക്ടർ. അപ്പം அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ഒരു പെണ്ണ്, ഇവർ ഡോക്ടർ, அந்த பையன் ஒரு மலையாளி டாக்டர். ஓகே, 2 പേർ പ്രൊഫഷൻ. ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറയാം. 2 പേരും ഡോക്ടേഴ്സ് എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയി? അപ്പോൾ ഒരു ചോദ്യം വരില്ല, ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ ഞാൻ சொன்னா എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ജീവിതത്തിൽ இப்போதான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா, ரேப் பண்ணிட்டேன். என்னோட சேரிட்டி ஒர்க் சத்தியமாக சொல்கிறேன், இந்த மாதம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ஒருத்தன் போய் അവിടെ ചോദിക്കാം. இல்லைனா வந்து സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോവാം, വൈക്കത്തിൽ ഞാൻ ബില്ല് കാട്ടും. என் சொந்த காசுல போய் கொடுத்துருக்கேன். இப்போ என்ன ஃப்ராட் தருமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? அதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് ആരെ വേണേൽ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാൽ മതി എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും പറയാം, നീ സംശയം ലാസ്റ്റ് ഒരു 2 weeks 1 month ആക്കിയിട്ട് ഡെയിലി വീഡിയോസ്, ഡെയിലി அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது, அசிங்கமா வெடி வாடி எது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட் இருக்கு. நிறைய பேர் இப்பதான் எல்லாம் ஸ்டார்ட் பண்ணி இல்ல ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ ചെന്നൈയിൽ ഇരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോൾ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഒരു മാസീവ് അറ്റാക്ക് ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? അത് കണ്ടായിരുന്നല്ലോ. എന്ത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിരിക്ക, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേര്
பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. இதெல்லாம் இப்போ நீங்கள் போட்டால் கூட அது வந்து எப்படி சொல்கிறது, நெகட்டிவாக தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளோ அசிங்கமாக ரொம்ப கீழ்த்தனமாக பேசுகிறாங்க. ஏன்னா கமெண்ட் பண்ணுறது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். உங்களுக்கு கொஞ்சம் கூட மனசாட்சி இல்லாமல் ரொம்ப அசிங்கமாக பேசுகிறாங்க. இதெல்லாம் எப்படி வந்து என்னால் இது பண்ண கமெண்ட் எத்தனை பேர் ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறீங்க. ஒரு பேஷண்ட்டு நான் ஜீவிதம் முழுவதும் நான் டேப்லெட்ஸ் കഴിக்கணும், மனசமாதானமாയിട്ട് ஜீவிக்கிறேன், சத்து போய் எனக்கு திருச்சி தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா? நான் நன்னாയിട്ട് நாங்கள் 2 பேரும் ஜீவிக்கிறது எங்களுக்கு இஷ்டம் இல்லை. நான் എന്താ അന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കും, എൻ്റെ കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുമോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമോ? അത് നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ, വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല. അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ എനിക്കിട്ട് റെക്കോർഡ് ഇருக்கு. അന്നേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്, അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിൽ എല്ലാം കാണിച്ചു കൊടുത്തത്. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു, പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈൻറ്റ്, അതും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യൻറ്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയാണ് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, മെന്റലി അൺസ്റ്റേബിൾ. ഒരു കോക്കിലവിടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനൽ, വേറെ ഒന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമെല്ലാം ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുമായിരിക്കും. എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിലെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണിയും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിങ്ങല്ല. ഒരു അമ്മമ്മ പ്രായത്തിലിരിക്കുന്നവരൊക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? അല്ല മെന്റൽ പേഷ്യൻറ്റ് സംസാരിക്കുമോ? വേറെ ഒരു കാര്യം, എൻ്റെ വൈഫ് வந்து சொசைட்டியில் வயலன்ஸ் வருது ஃபஸ்ட்டு മനസ്സിലാക്കും. അടുത്തവരുടെ ഫാമിലിയിൽ കയറി പോകുമ്പോഴാണ്, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുന്നത് പർസണലാണ് அந்த ഇഷ്യൂസ്. ഇപ്പം ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്, നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യയെ എടി വാടിയും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലാവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യ അവ കെട്ടിയവരെ എടി വാടിനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കും, വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. ഞങ്ങൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ. എന്തൊക്കെ ന്യൂസ് എന്നെ ബെയിലിൽ നോട്ട് അറസ്റ്റ്, എന്നെ അറസ്റ്റ് ചെയ്യാൻ 8-ാം തീയതി കൊല്ലുമെന്ന് ഒരു റാങ് ന്യൂസ് ഉണ്ട്. എന്നെ പിടിക്കാനായിട്ട് പോലീസ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വരണം കമ്മീഷണർ ഓഫീസിക്ക്? ഒരിക്കലുമില്ല, അതെല്ലാം കള്ള ന്യൂസ്. ബാല അറസ്റ്റിലാണ്, അറസ്റ്റ് ചെയ്യാൻ എല്ലാ പോലീസും ഇത് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ന്യൂസ് കണ്ടിട്ടുണ്ടാവും. രാത്രി 12 മണിക്ക് മൈക്കും പിടിച്ച്, എൻ്റെ സുഹൃത്ത് തന്നെയാ, മീഡിയനാവുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാ കള്ള ന്യൂസ് വിട്ടു. അങ്ങനെ ഒരു എൻ്റെ മേലിലൊക്കെ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ എന്തിനൊക്കെ കമ്മീഷണർ ഓഫീസിലൊന്നും ഒന്ന് മീറ്റ് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. ബാലചേട്ടൻ ഈ സിനിമയിൽ നിന്നാണെങ്കിലും ബാലചേട്ടനെതിരെ ഇതുപോലെ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? സിനിമ അല്ലല്ല, ഇത് വന്നത് അബ്സല്യൂട്ട്ലി ഇതൊരു റീസൺ എന്താണെന്ന് എല്ലാവർക്കും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരെങ്കിലും കൂടി ചെയ്യുന്നതാണ് മണി. അബ്സല്യൂട്ട്ലി മണി, സാമ്പത്തിക ലക്ഷ്യം, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്തവൻ സ്വത്ത് ആശപ്പെടുறாங்க, അவ்வளோதான். പിന്നെയും പറഞ്ഞാൽ ഒരു സെറ്റിൽമെന്റ് കാശ് சரி கூட ஒரு 25 லட்சம் தான், ஒரு 50 லட்சம் தான் சொல்லிட்டு இந்த கேங் ஸ்பிளிட் பண்ணிக்கிறது. சத்தாலும் கொடுக்கல, ஒரு பைசா கொடுக்கல.